വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസം. കേരളത്തിലെ കാർഷികോത്സവം കൂടിയാണ് വിഷു. ഇത്തവണ വിഷു മേടം 1 ഏപ്രിൽ 14, 2025 തിങ്കളാഴ്ചയാകുന്നു. ശ്രീകൃഷ്ണനും ശ്രീരാമനുമായി ബന്ധപ്പെടുന്ന 2 ഐതിഹ്യങ്ങളാണ് വിഷുവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നരകാസുരവധവും മറ്റൊന്ന് രാവണവധവുമാണ്. ഭൂമിപുത്രനായ നരകാസുര കഥയാണ് പ്രധാനമായും പറയപ്പെടുന്നത്. അതിഘോരമായ യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചത് വസന്തകാല ആരംഭത്തോടെയാണ്. നരകാസുരൻ തടവിൽ പാർപ്പിച്ചിരുന്ന 16,000 രാജകുമാരിമാരെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. ഈ സന്തോഷത്തിൽ വിഷു ആഘോഷിക്കുന്നു എന്നൊരു ഐതിഹ്യം. മറ്റൊന്ന്, സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല ലങ്ക ഭരിച്ചിരുന്ന രാവണൻ. വെയിൽ കൊട്ടാരത്തിനകത്ത് വന്നത് രാവണന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ജനങ്ങൾ ഈ സന്തോഷത്തിൽ വിഷു ആഘോഷിച്ചു എന്ന് മറ്റൊരു ഐതിഹ്യം. കേരളത്തിൽ വിഷു കണി ഒരുക്കുന്ന ഒരു പതിവുണ്ട്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളായിരിക്കും കണി വയ്ക്കുന്നതും. അവർ പുലർച്ചെ, അതായത് വിഷുവിൻ്റെ തലേദിവസം തന്നെ കണി ഒരുക്കിയിട്ട് പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി സ്വയം കണി കണ്ടതിന് ശേഷം മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കുന്നു. ഓട്ടുരുളിയിൽ ആണ് കണി ഒരുക്കുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹം, കണിക്കൊന്ന, അരി, നെല്ല്, അലക്കിയ വസ്ത്രം, സ്വർണം, നാണയങ്ങൾ, വാൽക്കണ്ണാടി, കണിവെള്ളരി, വെറ്റില, അടയ്ക്ക, കൺമഷി, സിന്ദൂരം, മാമ്പഴം, ചക്ക, പഴം, ഭദ്രദീപം, നാളികേരം, ഗ്രന്ഥം കൂടാതെ മറ്റു പഴവർഗ്ഗങ്ങളും കുമ്പളങ്ങ ഒഴിച്ചുള്ള പച്ചക്കറികളുമാണ് കണിക്കായി ഒരുക്കുന്നത്. വാൽക്കണ്ണാടി ഭഗവതി സങ്കല്പത്തിലാണ് വയ്ക്കുന്നത്. ഉരുളി പ്രപഞ്ച സങ്കല്പവും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവുമാണെന്ന് ഒരു സങ്കല്പം. കണിവെള്ളരി മുഖവും, വിളക്ക് തിരികൾ കണ്ണുകളും, വാൽക്കണ്ണാടി മനസ്സും, ഗ്രന്ഥം വാക്കുകളും. വിഷു കൈനീട്ടം ലക്ഷ്മി ദേവിയെ ആദരിച്ചും എന്ന വിശ്വാസത്തോടെ കണിയൊരുക്കുന്നു. മാമ്പഴം, ചക്ക, പഴം വിഷുക്കണിയിൽ പ്രാധാന്യമർഹിക്കുന്നു. കാരണം മാമ്പഴം സുബ്രഹ്മണ്യ സ്വാമിക്കും ചക്ക വിഘ്നേശ്വരനും പഴം ഉണ്ണിക്കണ്ണനും പ്രിയമേറിയതാണ്. വിഷുവിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വിഷു കൈനീട്ടം. കുടുംബത്തിലെ മുതിർന്നവരാണ് വിഷു കൈനീട്ടം നൽകുന്നത്. ആ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വാസം. ഓണം പോലെ വിഷുവിലും സദ്യ ഉണ്ടാകാറുണ്ട്. വിഷുവിശേഷങ്ങളിൽ പ്രാധാന്യമുള്ള ഒന്നാണ് വിഷു സദ്യ. ചിലയിടങ്ങളിൽ വിഷുക്കട്ട എന്ന വിഭവവുമുണ്ട്. പൊതുവെ സദ്യയിൽ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ചക്ക, മാങ്ങ വിഭവങ്ങൾ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉത്സവമായ വിഷുവിനെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഗൃഹസ്ഥയുടെ വിഷു ആശംസകൾ.